ചോദ്യപേപ്പർ ചോർച്ച കേസുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷൻ CEO ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകും. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഷുഹൈബ് ഹാജരാകുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ക്രൈംബ്രാഞ്ച് 25-ന് റിപ്പോർട്ട് നൽകണമെന്നും അതുവരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുത് എന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് വീണ്ടും വാർത്തയുടെ വിശദാംശവുമായി ചേരുന്നത്. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യലിന് MS സൊല്യൂഷൻസിന്റെ മേധാവി ഹാജരാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ഹൈക്കോടതി നിർദ്ദേശങ്ങളുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ക്രിസ്റ്റീന ബ്രജിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. MS സൊല്യൂഷൻ CEO ഷുഹൈബ് ഇന്ന് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകും. ഇതിൽ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഷുഹൈബ് സമീപിച്ചിരുന്നു. അതിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ഷുഹൈബ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണം. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ശേഷം ഒരു റിപ്പോർട്ട് പോലീസ് 25-ന് കോടതിയിൽ സമർപ്പിക്കണം. അതുവരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യപേപ്പർ ചോർച്ച കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. നേരത്തെ 2 അധ്യാപകർ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിരുന്നു. അവരിപ്പോൾ റിമാൻഡിലാണ്. അവർ നൽകിയിരിക്കുന്ന മൊഴി തങ്ങളെല്ലാം ചെയ്തത് ഷുഹൈബിന്റെ നിർദ്ദേശാനുസരണം എന്നുള്ളതാണ്. അതായത് എന്താണ് ഈ MS സൊല്യൂഷന്റെ CEO ആയ ഷുഹൈബ് പറഞ്ഞത്, അതിനനുസരിച്ച് തങ്ങൾ കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതിനാൽ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഷുഹൈബിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ചോദ്യപേപ്പർ ചോർച്ച കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ സ്ഥാപനത്തിൽ നിന്ന് നേരത്തെ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് വസ്തുക്കളുടെയൊക്കെ ഫോറൻസിക് റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകും. അതിനുശേഷം ഒരു റിപ്പോർട്ട് കോടതിയിൽ ഈ ക്രൈംബ്രാഞ്ച് നൽകുകയും ചെയ്യും. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഈ ഷുഹൈബിനെ കസ്റ്റഡിയിൽ എടുത്തു ചോദ്യം ചെയ്യണമെന്നൊരാവശ്യം കൂടി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കും.